കൃത്രിമമായി രേഖകൾ ചമച്ച ഇന്ത്യൻ പാസ്പോർട്ട് എടുത്ത 2 പാകിസ്ഥാൻ പൗരന്മാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. കണ്ണൂർ മയ്യിൽ പോലീസാണ് ഇത്തരമൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ് ഈ അനധികൃത പാസ്പോർട്ട് നേടിയതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തിയത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ലോങ് ടൈം വിസയുടെ പേരിൽ ഭാരതത്തിലെത്തിയ ആളുകളാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഏതൊക്കെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെ സപ്പോർട്ടുകൾ, സഹായങ്ങൾ ഇത്തരത്തിൽ വ്യാജരേഖകൾ ചമയ്ക്കാൻ ലഭിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്? മിഥുൻ. പ്രജിത്ത്, വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത തന്നെയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അതായത് കൃത്രിമമായ രേഖകൾ ചമച്ചുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് നേടുകയും ആ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് വിദേശത്തുൾപ്പെടെ യാത്ര ചെയ്യുകയും ചെയ്തു എന്നാണ് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയത്. രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയ വിവരം മയ്യിൽ പോലീസിൽ അറിയിക്കുകയും മയ്യിൽ പോലീസിന്റെ പരിധിയിൽ താമസിക്കുന്ന 2 പാകിസ്ഥാൻ പൗരന്മാർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. അതായത് ഇവരുടെ പിതാവ് മലയാളിയാണ്. അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് പാകിസ്ഥാനിൽ കച്ചവടത്തിന് പോയതാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ സമയത്ത് പാകിസ്ഥാൻ പൗരയായ സ്ത്രീയെ വിവാഹം കഴിക്കുകയും അവിടെ വെച്ച് തന്നെ 2 മക്കൾ ഉണ്ടാവുകയും ചെയ്തു. തുടർന്ന് ഈ ഉമ്മയുടെ പാസ്പോർട്ട് നമ്പറിൽ ഈ 2 മക്കളും ഇന്ത്യയിലേക്ക് വരികയും ചെയ്തു. തുടർന്ന് വർഷങ്ങളായി കേരളത്തിൽ താമസമായിരുന്നു. ആ സമയത്ത് സ്വാഭാവികമായും വിദേശ പൗരന്മാരാണെങ്കിൽ ഇവിടെ താമസിക്കുന്ന സമയത്ത് ലോങ് ടേം വിസ, അതായത് ദീർഘകാല വിസയ്ക്ക് അപേക്ഷ നൽകേണ്ടതുണ്ട്. അത് ആഭ്യന്തര വകുപ്പാണ് ആ വിസയുടെ കാര്യങ്ങളൊക്കെ തന്നെ നൽകേണ്ടതും. അത്തരമൊരു സാഹചര്യം നിലനിൽക്കെ ഈ കുട്ടികൾ ഇന്ത്യക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നു. തുടർന്ന് വലുതായ സമയത്ത് ഈ ഇലക്ഷൻ ID കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡ് ഉൾപ്പെടെ ഇവർ നേടിയെടുക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായി ഇന്ത്യക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഇതൊക്കെ നേടിയെടുത്തത്. സ്വാഭാവികമായി ഇത് വ്യാജമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് നേടിയെടുത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ 2019 ഈ 2 പേരും പാസ്പോർട്ട് സ്വന്തമാക്കുകയും ചെയ്തു. അതിലൊരാൾ 2026, അതായത് ഈ വർഷം വിദേശത്തേക്ക് യാത്ര പോവുകയും ചെയ്തു. ഈ ഒരു സംഭവം കേരള പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ഉടൻ തന്നെ ഈ സംഭവം നടന്ന മയ്യിൽ പോലീസ് പരിധിയിലാണ് എന്ന് മനസ്സിലാക്കി മയ്യിൽ പോലീസിലേക്ക് വിവരം കൈമാറുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 പേർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് കേസ് എടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയിലെ 336(2) പ്രകാരം വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പാസ്പോർട്ട് നിയമത്തിലെ 12(1)(a) പ്രകാരം ഇന്ത്യൻ പൗരനല്ലാത്ത വ്യക്തിയും അവരുടെ ദേശീയതയെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ട് നേടിയെന്ന ഗുരുതരമായ കുറ്റം ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. 2025 ഇമിഗ്രേഷൻ ആക്ട് ആണ് കണ്ണൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മിഥുൻ, ഏതായാലും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ ആവശ്യവുമുണ്ട്.